കാത്തുകൊള്ളണേ, കരിഞ്ഞരണേ. എൻ്റെ തറവാടിനെയും എൻ്റെ കുടുംബക്കാരെയും എല്ലാം രക്ഷിക്കണേ. കാത്തുകൊള്ളണേ, കരിഞ്ഞരണേ. അമ്മേ ഭഗവതി മഹാമായേ കാത്തുകൊള്ളണേ. അയ്യോ എനിക്ക് വയ്യായേ, എനിക്കിത് ജീവിക്കണ്ടായേ. തറവാടിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ വെളിയിൽ നിന്ന് കരച്ചിലാണ് കേൾക്കുന്നത്. ആരാ? എന്നാ? അയ്യോ സിന്ധു, എന്നാ കാര്യം പറ സിന്ധു. തുമ്മാനാണോ സംസാരിക്കാനാണോ? തുമ്മാനാണെങ്കിൽ സാമൂഹ്യ അകലം പാലിക്കുക, സംസാരിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക. എനിക്കിത് ജീവിക്കണ്ട. ആര്? എനിക്ക് അങ്ങനെ അടുത്ത് പോകണ്ട. ഇടി നീ എന്നാന്ന് വെച്ച കാര്യം പറയടി സിന്ധു. എന്റെ അമ്മാവാ, എനിക്ക് വയ്യ. അങ്ങനെ ഇന്ന് രാവിലെ ആണോ? എന്നിട്ട് അതെയോ? ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇന്ന് ചൂരവടി എടുത്ത് അവനെ അടി കൊടുത്ത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇന്ന് ഞാൻ അവനെ ഉണ്ടയും വെള്ളവും തീറ്റിക്കും. എന്നാ പറ്റി? എന്നാ വിഷയം? മാവോ, ഇവിടെ എന്നാ പറഞ്ഞത് വല്ല മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അവിടെ കാലിന്റെ തല്ല്, ഇവിടെ ചൂരലിന്റെ തല്ല്. അമ്മാവാ, അങ്ങനെ നേരം വെളുക്കുമ്പോൾ തുടങ്ങും വെള്ളമടി. ഇവന് രാവിലെ മദ്യം എവിടെ നിന്ന് അടി കിട്ടുന്നേ? എനിക്കറിഞ്ഞൂടായേ. ചോദിച്ചിട്ട് തന്നെ കാര്യം. ചോദിച്ചിട്ടും കാര്യമില്ല. ഒരു തുള്ളി പോലും അങ്ങനെ തരത്തില്ല. അങ്ങനെ പൂച്ചാൻ കഴിയുന്നില്ല കേട്ടോ. എനിക്ക് വയ്യ. എന്റെ ദൈവമേ, എനിക്കിന്ന് ജീവിക്കാൻ വയ്യ അങ്ങാര് കൂടെ. ചേച്ചി കരയാതെ ചേച്ചി, ചേച്ചി അകത്തോട്ട് വാ. നല്ല വേണ്ട, ഞാൻ എങ്ങനെ ജീവിക്കും? ഇത്രയും വെള്ളം അടിച്ചു കൂടെ നടക്കുന്നത് നിങ്ങൾ പറഞ്ഞ് സമാധാനപ്പെടുത്തി എല്ലാ മാസവും വീഡിയോ അല്ലേ ചെയ്യുന്നത്? എടി, നമുക്ക് അവനെ ഉണ്ടോ വെള്ളം തീറ്റിക്കാൻ. നീ കാര്യം പറ. ഇത് കുറെ തവണ ആയില്ല അമ്മാവാ. ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം. നിങ്ങൾ ആങ്ങളെയല്ലേ മനുഷ്യ, നിങ്ങൾക്കൊന്ന് പോയി ചോദിക്കരുതോ? ആങ്ങളെന്ന് പറഞ്ഞോണ്ട് എന്തിനാ നടക്കുന്നത്? ചോദിക്കടാ. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ചോദിക്ക്. നിന്റെ അല്ലേ പെങ്ങളെ, ചോദിക്ക്. നമുക്ക് അവനെ ഉണ്ടോ വെള്ളം തീറ്റിക്കാം. മനോജേ, കഴിഞ്ഞ ദുഃഖവെള്ളിക്ക് നീ ചോദിക്കാൻ ചെന്നായിരുന്നു. പിന്നെ ഈസ്റ്റർ എന്ന് ക്രിസ്തുവിന്റെ ഒപ്പം നീ ഉയർത്തെഴുന്നേറ്റത്. എഴുന്നേറ്റതല്ലോ, ഞാൻ എടുത്തിരുത്തിയതല്ലേ. വെറുതെ അവന്റെ കക്ഷത്തിൽ കൊണ്ട് തലവെക്കേണ്ട കാര്യമില്ല. അവൻ ഏതൊക്കെയാലും ഇവിടെ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവൻ ഇവിടെ വരുമല്ലോ. അവനോട് നമുക്ക് അവനോട് നേരിട്ട് ചോദിക്കാമല്ലോ. അവനോട് തന്നെ ചോദിക്കാം. അവിടെ കൈയെല്ലാം തല്ലി ഒടിച്ചിട്ടേക്കോ അവൻ. തല്ലി ഒടിച്ചതല്ല, ഇവളെ ഈ പിടുത്തത്തിൽ എന്റെ വളയെ ഊരിക്കൊണ്ട് അവള് പോത്തുള്ളൂ. കഴിഞ്ഞ മാസം ഇവള് എന്റെ ഫെഡലിൽ കളിച്ച് എണ്ണ ഇടാൻ പറഞ്ഞു. എണ്ണ ഇട്ട് തീർന്ന തരപ്പവന്റെ വാലയും കൊണ്ട് പോയെന്ന് ദൈവമേ, ഞാൻ കണ്ടില്ലായോ. അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഇത് വെൽ പ്ലാൻ ആയിരിക്കണം. ഇതിപ്പോ പല പ്രാവശ്യവും പെണ്ണും പിള്ളെ ഉപദ്രവിക്കാൻ തുടങ്ങി. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് അവനോട് ശരിക്കും ഉണ്ടായി വെള്ളം തീറ്റിക്കണം, അവരുടെ അടിയും കൊടുക്കണം. പിന്നെ അവനോട് വരുമല്ലോ ഇവളെ തിരക്കി വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ ചൂര പിടിക്കാൻ അവന്റെ മുട്ടുകാലിലെ ചിരട്ട നോക്കി ഒരു അടിയും കൊടുക്കും. അപ്പൊ താഴെ വീണ് കഴിഞ്ഞാൽ ബാക്കി കേസ് ഞാൻ തളർത്തിയിട്ട് വരാണ്. നിനക്ക് എളുപ്പമുണ്ടല്ലോ. അങ്ങനെയല്ല, ഈ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ കുരവള്ളിക്ക് ചവിട്ടി പിടിക്കാൻ എളുപ്പമാണല്ലോ. ചവിട്ടി പിടിക്കാൻ നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? നിനക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും? ചെരവത്തടി എടുത്ത് കീച്ചാലോ. ഉള്ളത് കൊണ്ടോണം പോലെ. അവൻ ഇങ്ങോട്ട് വരുമ്പം ഞാനത് ശരിയാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റവും. അവനെ നമ്മൾ ഉണ്ടയും വെള്ളം തീറ്റിച്ചിരിക്കും. അങ്ങനെ കാലും കൈയൊക്കെ അടിച്ചടിച്ച് മെഡിക്കൽ കോളേജിന്റെ 6ാം നിലയെ കൊണ്ട് തള്ളല്ലേ. കണ്ടോ ഇത്ര നേരം അങ്ങനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞ മനുഷ്യത്തെയോ ഇപ്പൊ തല്ലുവന്നായപ്പോഴത്തേക്ക് ചേച്ചിയുടെ വിധം അറിയണ്ടോ? ഇതാ സ്നേഹം. ഈ സ്നേഹം അവൻ ഇങ്ങോട്ടുണ്ടായാൽ മതിയായിരുന്നു. സ്നേഹമൊന്നും അല്ലത്. ഈ കാലം പറഞ്ഞ് 6ാം നിലയെ കൊണ്ടിട്ട കഞ്ഞിയും വെള്ളമായിട്ടെന്ന് എനിക്ക് സ്റ്റെപ്പ് കയറാനുള്ള ജീവനില്ല. അതുകൊണ്ടാ തല്ലുന്ന ഒറ്റയടിക്ക് അങ്ങ് തീർത്തേക്കണം. അമ്മേ ഒരു വിളി പോലും കേൾപ്പിക്കല്ലേ. നമ്മൾ അവനെ തല്ലിയിരിക്കും, അവനെ ഉണ്ടയും വെള്ളം തീറ്റിച്ചിരിക്കും. എനിക്ക് ഇച്ചിരി ഉണ്ടയും വെള്ളം തായോ. അല്ല, മൊന്തയും വെള്ളം തായോ. ഓക്കെ, ഞാൻ ഒരു മിസ് കാൾ അടിക്കും. ആ സമയത്ത് സ്പോട്ടിൽ വണ്ടി എത്തിക്കണം. ഓക്കെ. അയ്യോ അമ്മാവൻ, എൻ്റെ പൊന്നെ, എൻ്റെ കുടുംബത്തെ വിളക്ക്. അയ്യോ, അത് എത്ര നാളായി ഞാൻ കുടുംബത്തോട്ട് നിന്നിട്ട്. എൻ്റെ അമ്മാവന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കിലോ നാടൻ പന്നിയിറച്ചി അമ്മാവൻ പിടിച്ച് അമ്മാവൻ കഴിക്കാം. അമ്മാവൻ പന്നിയിറച്ചി ഭയങ്കര ഇഷ്ടം എൻ്റെ പൊന്നാരമ്മാവൻ.
ഇല്ല പന്നി എന്ത് തെറ്റ് ചെയ്തടാ? കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്റെ അളിയന് അയ്യോ വിരുന്നിന് വന്ന സമയത്ത് എനിക്ക് കോഴിക്കറി വറുത്തരച്ച് വെച്ച് തന്ന എന്റെ അളിയൻ നാടൻ കോഴി, നാടൻ കോഴി, അത് പൂവൻ കോഴി. അതെ പൂങ്കോഴി, ഇതേ പൊടി കളിയാ വറുത്തരച്ച് വെക്കണം അളിയന്റെ ഇഷ്ടം പോലെ. എന്റെ കുഞ്ഞന് ചെത്തി എന്ത് ഇഷ്ടമാണെന്നറിയോ കുഞ്ഞന് ചെത്തിക്ക്? ഈ ആറ്റുമീൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞന് ചെത്തി മരിക്കും. അതിനു വേണ്ടിട്ട് എത്ര പ്രാവശ്യം അളിയനെ ആറ്റി തള്ളിയിട്ട് കൊല്ലാൻ നോക്കി? 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഫയർഫോഴ്സുകാർ വന്ന് രക്ഷിച്ചു. അനിയത്തി ആറ്റുമീൻ പിടി അനിയത്തി. അയ്യോ കൊണ്ടുവരുമെന്ന് അറിയായിരുന്നു ആറ്റുമീൻ. അതുകൊണ്ട് ഞാൻ തേങ്ങ വീഴാനായിട്ട് ചെരവേം കൊണ്ട് ഇവിടെ തന്നെ അങ്ങ് നീ. അയ്യോ. ഈ ആക്ഷൻ സോങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. ചെവിക്കെല്ലാം അടിച്ച് പറിച്ചിട്ട് പല്ലൂരി ചവിട്ടി തേക്കുമെന്ന ഈ കാലം പറഞ്ഞറിയാവോ? കാര്യങ്ങൾ പറഞ്ഞു അയ്യോ ആറ്റുമീനാന്ന് പറഞ്ഞിട്ട് ഇത് വെറും ചാളയാണല്ലോ. ചാളക്ക് എന്താ ആറ്റിക്കടന്നോട് ആരെങ്കിലും പെറ്റി അടിച്ച് ചായകളുടെ വായി വെച്ചു കൊടുക്കുവോ? കുഴപ്പമില്ല. പോട്ടെ മോഹന, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. മോഹന ഇരിക്കേ, അളിയനായിട്ട് ഇരുന്നിട്ട് എത്ര നാളായി കുടുംബത്തൊന്നും ചോദിക്കാം. മോഹന, ഓ നീ ഇവിടെ പിച്ചുവോ മാന്തുവോ എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. പിച്ചോ മാന്തം ചെയ്യാൻ ഞാൻ കരടിയൊന്നും അല്ലല്ലോ അമ്മ. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ 1-2 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കും. അങ്ങനെയല്ലല്ലോടാ ഞാൻ അറിഞ്ഞത്. എന്തമ്മ നീ അവളെ തല്ലി കൊല്ലാതാക്കി നല്ലോ. ആര് പറഞ്ഞു? അവള് പറഞ്ഞു. നീ പറഞ്ഞു സിന്ധു എന്നെ വല്ല കിണറ്റിച്ചാണ് ചാവും കാല ഞാൻ. ഇടി ബാലരാമ സിന്ധു, ഇടി പൂച്ചാണ്ടി സിന്ധു കുടുംബക്കാരുടെ മുമ്പിൽ എങ്ങനെ കൈ പിടിച്ചിരിക്കുന്നേ എന്റെ മുടി നൂറാ. അയ്യോ എനിക്ക് വയ്യാതെ എന്നെ കൊല്ലുവേ. അയ്യോ എന്റെ പെടലേ. അയ്യോ തല്ലിയില്ലല്ലോ, വെറുതെ ഓങ്ങിയതല്ലേ ഉള്ളു. ഇത് തന്നെ കുഞ്ഞെത്തി സ്ഥിരം കുടുംബത്തെ കിടക്കുന്നേ. ഞാൻ ഇങ്ങനെ ഓങ്ങത്തേ ഉള്ളു. എവിടെ കിടന്ന് മോങ്ങ നാട്ടുകാര് പയ്യന്മാര് വന്ന് എന്നെ പഞ്ഞിക്കിട്ടിട്ട് അങ്ങ് പോകും. ഇത് തന്നെ നടക്കുന്നു. ഇതിങ്ങനെ സംസാരിച്ചാൽ ശരിയാകത്തില്ല. ഇരുന്ന് സംസാരിക്കേണ്ട വിഷയം. നീ വന്നേ കാര്യങ്ങൾ അറിയണോ? മനോജ, കാര്യം മനസ്സിലായോ? മനസ്സിലായി. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുറവുകളുണ്ട്. മനസ്സിലായോ? തീർച്ചയായിട്ടും അപ്പുറത്തും ഇപ്പുറത്തും കുറവുകളുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും കുറവുകളുണ്ട്. ആ കുറവുകൾ നമ്മൾ പരിഹരിക്കണം. അല്ലേ പരിഹരിക്കാം. അപ്പുറത്തും കുറവുകളുണ്ട്, നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. നിന്നോട് അമ്മാവൻ ആധികാരികമായിട്ട് ചോദിക്കാൻ പോകുന്നത്. അല്ലെ ഇപ്പം അപ്പുറത്തും ഇപ്പുറത്തുള്ള കുറവ് തീർന്നില്ലേ? കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഫില്ലായില്ലേ? ഇതൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ കറി വെക്കട്ടെ എന്ന്. പിന്നെ നീ പോയിട്ടോ. ചോദിക്കാന്ന് മോനാ. ഇത് മിലിറ്ററി ആണോടാ? ഞാനിത് ബിവറേജില് രാവിലെ തള്ളിക്കയറി എടുത്തതല്ലേ. എന്റെ പൊന്നാങ്ങളെ നീ ബഹളം വെക്കാതെ. അളിയാ ഇപ്പൊ അടിക്കണ്ട, ഒന്ന് പരട്ടിയാ മതി. അളിയാ ആപ്പില്ലാതെ അളിയുന്നത് എവിടെ നിന്ന് ഒപ്പിച്ചു? റെഡി ആയില്ല, പോയി കറി റെഡിയാക്കി. സിഗ്നൽ വരുമ്പോ വന്നാ മതി. നീ പോ. പിഴിയാൻ നോക്കാം തേങ്ങ. പിഴിയണം. കണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായി? എന്തെങ്കിലും കാര്യം മനസ്സിലായില്ല? ഈ ഒരൊറ്റ കാര്യത്തിലാണ് കുടുംബത്തടി അടക്കുന്നത്. ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഇതുപോലുള്ള ആക്ഷനാണ്. ഞാൻ വാരി എടുത്തിട്ട് അലക്കും. അതാ നടക്കുന്നത്. സംഭവം ഒഴിച്ചിട്ട് അതിന്റെ തീരുമാനത്തിന് കേട്ടത്. മോനാ, എന്നായാലും ഇത് ശരിയല്ല കേട്ടോ. അല്ല ഇത് ശരിയല്ലെങ്കിൽ പിന്നെ വേറെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാം? അതല്ലെന്ന് ഒരുപാട് മൺട്രോത്തുരത്തില് വേലിയേറ്റവും വേലിയിറക്കം പോലെ ഒഴിക്കുമ്പോൾ ഒരു ലെവലിലും ഒഴിക്കടാ. നാളെ ഒഴി. എന്നാ ഞാനൊരു കണക്ക് ഒരെണ്ണം അങ്ങോട്ട് പിടിപ്പിച്ച് ഡ്രൈ പോട്ടെ. ഭഗവാനെ, എന്റെ അമ്മാവനും അളിയനും ഒന്നും വരുത്തല്ലേ. ഹാപ്പി വെഡ്ഡിങ്. ഉള്ള കോടയന്മാരെ കുറിച്ച് അളിയാനും അമ്മാവനും എല്ലാം നല്ല സുഖിച്ച് നടന്നോ? വീട്ടിൽ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ അറിയാവോ? എന്തെങ്കിലും ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? നിങ്ങൾക്ക് എന്തില്ല? എന്താ ഇല്ലെന്നോ? ചുക്കില്ല, കുരുമുളകില്ല, ഗ്രാമ്പുമില്ല, ഏലക്കയില്ല, അറിയാമോ? അയ്യോ, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ടിപ്പു സുൽത്താനല്ല, ഓട്ടോ ഓടിക്കുന്ന മോഹനാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോണ്ടേ. അവിടെ പിള്ളേരുടെ പീസ് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഇന്ന് അവരെ പീസ് കൊടുത്തിട്ടില്ല. പീസ് കൊടുക്കുന്നത് പോട്ട് പിള്ളേർക്ക് 4 പിള്ളേർക്ക് വല്ല കഴിക്കണ്ടായോ കേട്ടോ? അല്ല, നമ്മളിപ്പോ വേലിക്കുന്ന പത്തലിന് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അത് താനേ വളർന്നോളൂ. അങ്ങനല്ലേ? നമ്മളൊക്കെ സാധാരണക്കാരല്ലേ? സാധാരണക്കാരുടെ മക്കളെ കുടുംബം നോക്കണം. അളിയാ കുടുംബം നോക്കണം. നോക്കുന്നതാണോ? പറഞ്ഞാൽ വേലിക്ക് വെക്കുന്ന പത്തലിന് വെള്ളം അടിക്കണമെന്ന്. ഈ 4 പത്തലിനെ സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ പുഴുത് മൂലെ ചാരി വെച്ചേക്കുവാ കേട്ടോ. പൈസ അടച്ചില്ലെങ്കിൽ മണ്ട അടിച്ചു പോകും പിള്ളേരെ.
മര്യാദയ്ക്ക് പൈസ എടുത്ത് സ്കൂളിൽ വിടാൻ നോക്കണ്ട കുഞ്ഞുങ്ങളെ. മോനെ അതല്ലടാ, നീ പിള്ളേർക്ക് ഭക്ഷണ സമയത്ത് കൊടുക്കണം, ആഹാര സാധനം കൃത്യമായിട്ട് കൊടുക്കണം എന്നാ ഈ പറഞ്ഞു അല്ലപ്പോ വരുന്നത്. ഭക്ഷണം ഞാൻ കറക്റ്റ് സമയത്ത് നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ പറമ്പിൽ ഇഷ്ടം പോലെ പ്ലാവ് നിപ്പുണ്ട്, മാവ് നിപ്പുണ്ട്. അതിൽ ഈ ചക്കയും മാങ്ങ ഇതെല്ലാം കഴിച്ച് പിള്ളേർക്ക് വളർന്നൂടെ? നമ്മൾ സാധാരണക്കാരുടെ മക്കളല്ലേ അവര്. എടാ മോഹനെ, ഈ ചക്കയ്ക്ക് ഒരു സീസൺ അല്ലടാ കിട്ടുള്ളൂ. അല്ല ഞാൻ അങ്ങനെ വാശി പിടിക്കുന്നില്ലല്ലോ, എപ്പോഴും കഴിക്കാൻ സീസണിൽ കഴിച്ചാൽ മതി. എന്നാലും വലിയ ചക്ക ഉണ്ടായിട്ട് 2 വരിക്കച്ചക്ക ഉണ്ടായിരുന്നു, ഭയങ്കര മോശമായി. ചക്കളി എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചക്ക എനിക്ക് ഇഷ്ടമാണോന്നോ? എന്റെ ദൈവമേ, ഇവന്റെ ചക്കൊക്കെ തീരെ മാറില്ലയോ? ഇപ്പോഴും ചക്ക ഇഷ്ടമാ. പണ്ടേ ചക്ക എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാണ്. എന്റെ ദൈവമേ, എന്റെ മുന്നമ്മാവാ, ഇവന്റെ വള്ളി നിക്കലോട്ട് ചെവിടി കയറി നിക്കലോട്ട് എന്റെ പിറക്കെ വരും. ചേച്ചി ഭയങ്കര ചമ്മല്. ചക്ക വേണം ചേച്ചി, ചക്ക വേണം. എന്റെ പൊന്നമ്മാവാ, കാണുന്ന പ്ലാവേലല്ല ഞാൻ ഇവന് വേണ്ടി ചക്കയ്ക്ക് വലിഞ്ഞു കയറുമായിരുന്നു. ചേച്ചി പ്ലാവേ കേറുവോ? പിന്നെ മരം കയറിയെന്നല്ലേ ഇവിടെ നാട്ടുകാർ വിളിച്ചോണ്ടിരുന്നത്. തലയിൽ വെച്ചെന്നാണ്. അല്ലല്ല, പ്ലാവേ മാത്രമേ കയറുള്ളൂ, വേറെ മരത്തിലൊന്നും കയറുന്നില്ല. അതുമല്ല, ഇവന് കണ്ട പ്രാവിന്നല്ല ചക്ക ഇട്ടോണ്ട് വന്ന് ഞാൻ ഇവന് ചക്ക തോരൻ, ചക്ക അവിയല്, ചക്ക എലിശോറി, അവസാനം ചക്ക കുരു കൊണ്ടൊരു ചെറിയൊരു ചക്കക്കുരു കൊണ്ട് ചെറിയ തോരൻ ഉണ്ടാക്കി തരും. എന്റെ ദൈവമേ, ഒറ്റ ഇരിപ്പിന് ഒരു ചെരുവൻ കഞ്ഞി ഞാൻ കുടിക്കും. ചക്കക്കുരു എന്ന് പറയുന്ന ഉഗ്ര സാധനം. ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള മരുന്ന് അതിലുണ്ടെന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. ഇന്നാള് പത്രത്തെ ഉണ്ടായിരുന്നു. ആണോ? അല്ലേ? അതെ അതെ. അല്ല, ഈ ചക്കക്കുരു കഴിച്ചിട്ട് വരുന്ന സാധനത്തിന് പ്രതിരോധിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്? അതിന്റെ മുന്നിൽ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. അല്ല, അതാണ് അത്യാവശ്യം നമുക്ക്. കേട്ടാ മാവാ, ഇവൻ ഈ ചക്കയൊക്കെ തിന്നുന്ന ഇവന്റെ കൂട്ടുകാരെ പറയട്ടാടാ. പിന്നെ അവള് കേൾക്കാത്ത ചക്കയൊക്കെ തിന്ന ഇവന്റെ കൂട്ടുകാർ ഇവൻ ഏട്ടപ്പൻ നോക്കിയത് അറിയാവോ? ചക്ക ചക്ക അവസാനം നാണക്കേട് മറ്റേ ഗൾഫിൽ പോയ പുള്ളിയായി നിൽക്കുന്നത്. ആണല്ലേ? എന്തായാലും ഗൾഫിൽ പോയ നന്നായി. ഇല്ലെങ്കിൽ ചക്ക ഇവിടെ നിന്ന് പഴുത്ത കാക്ക കൊത്തി അതിന്റെ കുരു താഴെ വീണ തന്നെ. ഒരു കാലത്ത് രാജകുമാരനെ പോലെ അവിടെ ചോദിച്ചു. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങളുടെ അപ്പം ഞങ്ങളെ രാജകുമാരിയും പോലെ വളർത്തിയത് അറിയാമോ? ഈ കാര്യങ്ങളെല്ലാം പറയുന്നല്ല, സത്യം പറഞ്ഞാൽ മനസ്സ് വിഷമം മാറാൻ വേണ്ടി ഓരോന്ന് പറയുന്നത്. എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ എന്നെ രാജകുമാരിയെ പോലെ തന്നെ എന്റെ അച്ഛൻ വളർത്തിയത് രാജകുമാരിയെ പോലെ തന്നെ. പക്ഷെ വളർന്നു വന്നപ്പോ ഭൂതനെ പോലെ ആയിപ്പോയി. നാക്ക് കേട്ടോ. അങ്ങനെ പറയരുത്. ഞങ്ങളെ രാജകുമാരിയെ പോലെ തന്നെ അറിയാ വളർത്തിയത്. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല, അറിയോ? അതെ അതെ. രാജകുമാരനും ചേർന്ന് നിന്ന് നിൽക്കാലോ. അതിനെന്നാ വെള്ളം ഉണ്ടേ? അല്ല, ഉണ്ടേ വെള്ളം. അല്ല അമ്മാവാ, ഈ രാജകുമാരിയുടെ അച്ഛൻ രാജാവില്ലേ, പുള്ളി ആരായിരുന്നു? പുള്ളി ചോള രാജാവായിരുന്നു. ചോളത്തിനൊക്കെ ഇതുപോലെ മക്കളുണ്ടാവും? അങ്ങനെയല്ലെന്ന്. പിന്നെ പുള്ളിക്ക് എറണാകുളത്ത് ബ്രോഡ്വേയിൽ ചോളത്തിന്റെ കച്ചവടമായിരുന്നെന്ന്. ആണല്ലേ? പുള്ളി ഇതെങ്ങനെ മരിച്ചേ? അച്ഛൻ ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ മരിച്ചത്. മനോജേ, ഈ ബൈപ്പാസിലൊക്കെ ഇട്ട് പട്ടിയെപ്പോലെ തല്ലിക്കൊല്ലുന്നതിന് ബൈപ്പാസ് സർജറി ഇതാണോ പറയുന്നത്? അടിച്ചിട്ട് അവന്റെ സൈഡിലോട്ട് ചാടരുത് കേട്ടോ. നോക്കി നിൽക്കാതെ ചോദിക്കും മനുഷ്യ. അല്ല, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. സംഭവം രാജാവ് മരിച്ചിട്ട് അച്ഛൻ മരിച്ചത് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യം അത്. അച്ഛൻ മരിച്ച അങ്ങനല്ല. ആ ചോള രാജാവില്ലേ, ചോള രാജാവ് പണിയും കഴിഞ്ഞ് വന്നപ്പോ ഇവരുടെ അമ്മ രാജ്ഞിയുടെ അടുത്ത് ലേശം കഞ്ഞി ചോദിച്ചു. കഞ്ഞി ചോദിച്ച മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ചെന്ന് കാണുന്ന കാഴ്ച എന്തെന്നറിയാം. ഈ ചോള രാജാവ് വാ നിറച്ചും കഞ്ഞി വെച്ചോണ്ട് ഇങ്ങനെ മലന്ന് കിടക്കുക. ഈ പുട്ടുകുറ്റിന്ന് ആവി പോകൂലേ, അതുപോലെ വായിന്ന് ഇങ്ങനെ ആവി പോയത്. ഈ ചിരട്ടത്തവില്ലേ, ചിരട്ടത്തവിക്ക് അരി കുത്തി ഇങ്ങനെ വാക്കകത്തോട്ട് കയറ്റി കൊന്നതാ രാജ്ഞി രാജാവ്. എന്റെ അമ്മായ വഴക്കുണ്ടാക്കരുത്. വഴക്കുണ്ടാക്കരുത്. കിണ്ടി വെച്ചെറിയരുത്. കിണ്ടി താഴെ മോനെ. കൈവിട്ട ആയതാണ്. താഴെ വെക്ക. താഴെ എല്ലാം മേടിച്ചു. ഇതിലേതെല്ലാം ഉണ്ടേം വെള്ളം തിന്നും. നിങ്ങൾ തമ്മിൽ തല്ലി ചത്ത് ഞാൻ ആരെങ്കിലും ഒരാളകത്ത് പോയിട്ട് ഉണ്ടേം വെള്ളം തിന്നേണ്ടി വരത്തില്ലടാ. അമ്മാവനല്ലേ പറയുന്നേ? ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിട്ട് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എടാ, നിസ്സാര പ്രശ്നങ്ങളുള്ളൂ നിന്റെയൊക്കെ കുടുംബത്തിലുണ്ടാകുന്നത്. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ? എടാ, ഈ കുടുംബത്തിൽ എത്തുന്നേ വരെ ഇവനുണ്ടല്ലോ, ഈ മനോജ്,
ഇന്നേ വരെ ഇവന്റെ ഭാര്യ എന്തൊക്കെ വിഷയം നുള്ളി നോക്കിട്ട് പോലും അറിയോ? അങ്ങനെ അന്തസ്സുള്ള ആണുങ്ങൾ അല്ലേ പറയട്ടോ? പക്ഷേ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ, ഇവൻ ഇവിടെ ഭൂമിക്ക് വഴി വെച്ചേക്കരുത്. അതുപോലെ സംഭവം ഞാനാണല്ലോ മനോജ് നിന്റെ കല്യാണം നടത്താൻ വേണ്ടി മുന്നിട്ട് നിന്നത്. അപ്പൊ ഇവിടെ ഭൂമിയും ശാസ്ത്രവും ചരിത്രവും ഒക്കെ അമ്മാവൻ നല്ല വ്യക്തമായിട്ട് അറിയാം. അമ്മാവൻ എന്തോ ഉദ്ദേശിക്കുന്നത്? അമ്മാവൻ എന്താ ഉദ്ദേശിക്കുന്നത്? എടി നീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഏലപ്പാറയിൽ ഷോർട്ട് ഫിലിമിൽ ഒരിക്കാൻ പോയ വിവരം അറിയാവോ? ഇന്നില്ല നാളെ വാന്നായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പേര്. എന്നോട് എന്നിട്ട് ഇവിടെ വന്നതോ 3 മാസം കഴിഞ്ഞ്. അയ്യോ, അതൊന്നും അല്ല. ഞാൻ എല്ലാ ദിവസവും ഷൂട്ടിന് ചെല്ലുമ്പോ ഇന്നില്ല നാളെ വാ, ഇന്നില്ല നാളെ വാന്ന് പറയും. അങ്ങനെ ചെന്ന് ഷൂട്ട് നടന്നുമില്ല, ഷോർട്ട് ഫിലിം ഇറങ്ങിയില്ല. അത് തന്നെയോ? നടന്നില്ലെന്നാ പറയുന്നത്. നീ ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ഇവിടുന്ന് പോകുന്ന സമയമില്ലേ, ഈ സമയത്ത് ഇവക്ക് വാട്സപ്പിൽ കൂടെ ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. അത് തന്നെ ഇവക്ക് അല്ലറ ഇല്ലറ തരികട ഒക്കെ ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ നടക്കുന്നുണ്ട്. അയ്യോ, അല്ല. നിന്റെ ചെറവ് എറിഞ്ഞതിന്റെ പടത്തിന് സത്യം പറഞ്ഞു. അയ്യോ ചേട്ടാ, ഇയാൾ പറയുന്നത് വെറുതെ. അമ്മാവൻ തല്ലരുത്. അയ്യോ തല്ലരുത് ചേട്ടാ, തല്ലരുത്. അയ്യോ എന്റെ ദൈവമേ, ഒന്നും നുള്ളി നോക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് പരാതി. ഇപ്പൊ എന്നെ തല്ലിക്കൊല്ലാറാക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായോ? കാല് വേണം ഇറങ്ങിപ്പോയിടുന്നു. ഇതെന്തോ കച്ചട ഫാമിലി. കേട്ടോ. നമ്മളെ കുടുംബത്തിൽ ഇതിന്റെ 4-1 ബഹളമുണ്ട്. സത്യം പറഞ്ഞ നമ്മുടെ കുടുംബം പോവില്ല അല്ലയോ? ഇവിടെ നിക്കട്ടെ മുങ്ങമ്പാ. പോയേക്കാം. മോഹന പോകുവാണോ? അല്ല, ഇരുന്ന് നിരങ്ങുന്നു ഇവിടെ. മോഹന, നീ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മാവനോട് നിന്റെ കൂടെ വരട്ടെ. അയ്യോ, അവിടെ അമ്മാവന് കഴിക്കാൻ പറ്റിയ ഉണ്ടേ വെള്ളമൊന്നും ഇല്ലേ? അപ്പൊ അമ്മാവന്റെ കിടപ്പാടത്തിന്റെ കാര്യം തദൈവ.